UAEയുടെ ഏറ്റവും പുതിയ ഉപഗ്രഹമായ ഇത്യാസാറ്റ് വരുന്ന മാസം ആദ്യവാരം വിക്ഷേപിക്കും. സ്പേസ്എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹമാണ് ഇത്യാസാറ്റ്. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും എണ്ണച്ചോർച്ച പോലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്താനും സമുദ്രഗതാഗതം മെച്ചപ്പെടുത്താനും ഇതിന് കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചത്. വിശുദ്ധ റംദാൻ മാസത്തിന് മുന്നോടിയായി 1295 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടു. വിവിധ കുറ്റങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ചുമത്തിയ എല്ലാ പിഴകളും ഒഴിവാക്കി കൊടുക്കാനാണ് തീരുമാനം. കഴിഞ്ഞ വർഷം 735 തടവുകാർക്കാണ് മോചനം അനുവദിച്ചിരുന്നത്. UAE റോഡ് അപകടങ്ങളും അപകട മരണങ്ങളും കൂടുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷമായി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ UAE ഉടനീളം റോഡ് അപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ചതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 352 റോഡപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ 2024 ഇത് 384 വർദ്ധിച്ചു. പരിക്കേറ്റവരുടെ എണ്ണവും 2024 8.33% വർദ്ധിച്ചിട്ടുണ്ട്. റംദാൻ മെട്രോ, പെയ്ഡ് പാർക്കിംഗ് സോണുകൾ, പൊതു ബസ്സുകൾ, കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ സേവനങ്ങളുടെയും പ്രവർത്തന സമയം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് ദുബായ് മെട്രോ സ്റ്റേഷനുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയും, വെള്ളിയാഴ്ച രാവിലെ 5 മുതൽ അടുത്ത ദിവസം പുലർച്ചെ 1 വരെയും, ശനിയാഴ്ച രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയും, ഞായറാഴ്ച രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെയും സർവീസ് നടത്തും. പൊതു പാർക്കിംഗ് സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും, രാത്രി 8 മുതൽ അർദ്ധരാത്രി വരെയുമാണ്. അതേസമയം മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നതായിരിക്കും. കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രവൃത്തി സമയം. പണപ്പിരിവിനായി നാട്ടിൽ നിന്നും വരുന്നവർ കരുതിയിരിക്കുക. UAE റംദാനിൽ വ്യാപകമായി കണ്ടുവരുന്ന അനധികൃത പണപ്പിരിവിനും ഭിക്ഷാടനത്തിനുമെതിരെ നടപടികൾ കർശനമാക്കി. നിയമലംഘകരെ കണ്ടെത്തിയാൽ 6 മാസത്തെ തടവും 2 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2085 യാചകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈസൻസ് എടുക്കാതെ തെരുവ് കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വ്യക്തിഗത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അഥവാ PEDകൾ കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ദുബൈയുടെ വിമാന കമ്പനിയായ എമിറേറ്റ്സ് യാത്രക്കാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഇതനുസരിച്ച് യാത്രക്കാർക്ക് 15 PEDകൾ വരെ കൊണ്ടുപോകാം. പക്ഷേ അവ പ്രത്യേകം പാക്ക് ചെയ്യണം. മറ്റു ഉപകരണങ്ങളിൽ ഘടിപ്പിക്കാനും പാടില്ല. മോശമായി പാക്ക് ചെയ്തതോ പരിധി കവിഞ്ഞതോ ആയ വസ്തുക്കൾ കണ്ടുകെട്ടുമെന്ന മുന്നറിയിപ്പുമുണ്ട്. കൂടാതെ വലിയ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ബാഗുകൾ, ഹോവർ ബോർഡുകൾ, മിനി സഗേകൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത മോട്ടോറൈസ്ഡ് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതും എമിറേറ്റ്സ് നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് സയ്യിദ് ബിൻ റാഷിദ് അൽ നുഐമിയുടെ മൃതദേഹം കബറടക്കി. ജെർഫിലെ ഷെയ്ഖ് സായിദ് പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നടന്നു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി അജ്മാനിൽ ദേശീയ പതാകകൾ ഇന്നു മുതൽ 3 ദിവസം പാതി താഴ്ത്തിക്കെട്ടും. ഒമാനിലെ ഇബ്രിയിൽ മലപ്പുറം സ്വദേശിയായ ഡോക്ടർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോക്കൂർ വട്ടത്തൂർ വളപ്പിൽ വീട്ടിൽ ഡോക്ടർ നവാഫ് ഇബ്രാഹിമാണ് ഒമാനിലെ ഇബ്രിക്ക് സമീപമുള്ള ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. നിസ്വ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു ഡോക്ടർ നവാഫ് ഇബ്രാഹിം. ഒമാനിലെ സലാലയിൽ മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തിരൂർ നിറമരത്തൂർ വള്ളിക്കാഞ്ഞിരം തേക്കിൽ വീട്ടിൽ ഉസ്മാനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്ന സ്വദേശിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സൗദിയിൽ പ്രവാസിയായിരുന്ന ഉസ്മാൻ അടുത്ത കാലത്താണ് സലാലയിൽ എത്തിയത്.